ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഒരു ജനത പറയുകയാണ്, പെൺകുട്ടികൾക്ക് ധരിക്കാൻ വസ്ത്രമില്ലെന്ന് പറഞ്ഞുകൊണ്ട്, യാ ഉമറുൽ ഖൈരി ജുസീതൽ ജന്ന ഉഖ്സുദനിയാതി വഉമ്മാഹുന്ന. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമറേ, എന്റെ പെങ്ങൾക്ക് ധരിക്കുവാനുള്ള വസ്ത്രമില്ല, എന്റെ ഭാര്യയ്ക്ക് ധരിക്കുവാനുള്ള വസ്ത്രമില്ല, അതുകൊണ്ട് ഉമറേ അവിടുന്ന് കുറച്ച് വസ്ത്രം തന്നുകൊണ്ട് സഹായിക്കണമെന്ന് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വെറുതെ ഒന്ന് തമാശക്ക് പറഞ്ഞു നോക്കി, നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തരുന്നില്ലെങ്കിലോ, നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തരുന്നില്ലെങ്കിലോ. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നയാൾ പറയുന്നു, അഖ്സംതു ബില്ലാഹി ലതഫഅലന്ന ഇദൻ നബഅഫ്സിൽ അദ്ഹാബന്ന. ഉമറേ, നിങ്ങൾ അബൂ ഹഫ്സാണ്, തരുമെന്ന ഉറപ്പ് നമുക്കുണ്ട്, ഇനി നിങ്ങൾ തന്നില്ലെങ്കിലോ രണ്ടാമതൊന്ന് ചോദിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കൂലാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകും. മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ വസ്ത്രം വെച്ചിട്ടാണ് തരാതിരിക്കുന്നത് എങ്കിൽ ഇമ്മായിലാനാരി ഇമ്മാ ജന്ന, ഒന്നെങ്കിൽ അല്ലാഹു നിങ്ങളെ നാളെ പരലോകത്ത് ഇതിന്റെ പേരിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നരകം തന്നേക്കാമെന്ന് പറഞ്ഞപ്പോ മക്ക മണൽപ്പരികളെ കിടുകിടാതിറപ്പിച്ചു കളഞ്ഞ മക്കയുടെ പർവ്വതങ്ങൾ പോലും വിറച്ചു തുള്ളിപ്പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആഗമനം കണ്ടിട്ടാണെങ്കിൽ ആ നേതാവായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട് ആ പാവപ്പെട്ട സഹോദരനെ വാരിപ്പുണർന്നുകൊണ്ട് പറയുകയാണ്, നിന്റെ നാവ് കൊണ്ട് എനിക്ക് നരകമാണെന്ന് പറയല്ലേ, നിന്റെ നാവ് കൊണ്ട് എനിക്ക് നരകമാണെന്ന് പറയല്ലേ. ഒരുപക്ഷെ ആ വാക്കല്ലാഹു സ്വീകരിച്ചാൽ ഉമറിന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകൂലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞത് 2011-ലല്ല, 2010-ലല്ല, 1400 മുമ്പാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങൾ അല്ലാഹുവെ ഓർക്കാൻ നേരമില്ലാതെ പള്ളിയുടെ മുമ്പിലൂടെ മടപ്പ് കെട്ട് ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി പരക്കം പായുമ്പോ, അല്ലാഹുവിന്റെ പള്ളിവരാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ, വീടിന്റെ അകത്തിരുന്നു കൊണ്ട് റിയാലിറ്റി ഷോയുടെ പ്രിയപ്പെട്ട നീ ഇഷ്ടപ്പെടുന്ന ഗായകർക്ക് വേണ്ടിയിട്ട് മെസ്സേജേക്കാൾ ഉളുപ്പില്ലാത്ത മുസ്ലിമേ അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോ തുണ പറന്നുകൊണ്ട് സ്വറ പറന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കടകമ്പോളത്തിനകത്ത് സമയം കളയുന്ന മോനെ, 2011-ല് എത്ര തവണ നിനക്ക് കരയാ കഴിഞ്ഞിട്ടുണ്ട് മോനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടച്ചിരിക്കുന്ന നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചിന്തിച്ചിട്ട് ഉറങ്ങാൻ കഴിയാതെ പൊള്ളുന്ന പായ പോലെ അതിൽ നിന്ന് ചാടിയെടുത്തിട്ടുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിലവിളിച്ചില്ലേ. ഇന്ന് നമ്മളോ, നമുക്കിന്ന് പേര് തീരെയില്ല. പഴയ കാലത്തൊക്കെ നമ്മൾ ആലോചിക്കണം, എന്തോ ഒരു ഭയമായിരുന്നു. പള്ളി എന്ന് പറഞ്ഞാൽ, ബാങ്ക് എന്ന് പറഞ്ഞാൽ, വഅ്ളെന്ന് പറഞ്ഞാൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകമായ ഖൗഫും ഒരു ആദരവും നമ്മൾ കൊടുത്തിരുന്നു. പണ്ടുള്ള മക്കൾ പറയുമല്ലോ, കുഞ്ഞുമക്കൾ പള്ളിയിലേക്ക് ഒരു വിരൽ ചൂണ്ടിയാൽ 10 വിരൽ ഇങ്ങനെ കടിക്കണമെന്ന് പറയും. ഒരു ബഹുമാനത്തിന് വേണ്ടിയാ അങ്ങനെ വിരൽ കടിക്കണമെന്ന് കിതാബിലൊന്നും പറഞ്ഞിട്ടില്ല, ഉസ്താദുമാരും നിർദ്ദേശിച്ചിട്ടുമില്ല. എങ്കിലും പള്ളിയിലേക്ക് ഒരു വിരൽ ഇങ്ങനെ ചൂണ്ടിയാൽ അത് വിരൽ ചൂണ്ടാനുള്ള സാധനം അല്ല, അതിന് ബഹുമാനം കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് അതിനോട് കാണിച്ച അനാദരവിന് പകരമായി 10 വിരലുകളെ ഇങ്ങനെ വായ്ക്കകത്ത് വെച്ചിട്ട് കടിക്കുമായിരുന്നു. ഇന്ന് ആ പള്ളിയിൽ നടക്കുന്ന പോലെ എന്താ, ആ പള്ളിയുടെ ചുവരിൽ നമ്മുടെ മക്കൾ എഴുതി വെക്കും, ഒറ്റക്കണ്ണം മോദീൻ രാജിവെക്കുക, കരിക്കട്ടിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ആ പള്ളിയിൽ നടക്കുന്ന എന്തെല്ലാം വൃത്തിഹീനമായ രംഗങ്ങളാ. ചെറുപ്പക്കാര് 10 മണിക്ക് പള്ളിയിൽ പോയി മൊബൈൽ ഓണാക്കി, ബ്ലൂടൂത്ത് ഓണാക്കി, ഓണാക്കടാ ശംനാഥ്, എന്റെ ഓൻ തന്നെടാ, ഞാൻ ഓഫാക്കലില്ല. അപ്പൊ എന്റേലുള്ളത് നിന്റേലും, നിന്റേലുള്ളത് എന്റേലും. പള്ളിക്കകത്ത് ഉസ്താദവിടെ അടിയാറ് തങ്ങൾ താവരണം എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. ഇവനതൊന്നും വിഷയമല്ല, അതൊന്നും കേൾക്കാൻ നേരമില്ല. തകർക്കലാണ് ഇവിടെ കൂട്ടുകാരൊത്തും മൊബൈലിലൂടെ. പിന്നെയോ കൈ കെട്ടിക്കഴിഞ്ഞാലോ, കൈ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫാത്തിമ, ഇവിടെ നിന്ന് ആയിഷ എന്ന് പറഞ്ഞ് കുറെ പാട്ടാ. മക്കൾ ഗൾഫിൽ നിന്ന് ഒന്ന് ആദ്യം വാപ്പാക്ക് ഇത്ര നീളമുള്ള വലിയ മൊബൈലും കൊടുക്കും.
വാപ്പാക്ക് ഇരിക്കട്ടെ, വാപ്പാക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതിയുണ്ട്. അപ്പൊ അതും ചുമന്നുകൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ ഇത് ഓഫാക്കാൻ പറഞ്ഞുകൂടാ, ഓണാക്കാൻ പറഞ്ഞുകൂടാ, കൊണ്ടിങ്ങനെ നടക്കാണ്. വെള്ളി കേൾക്കുമ്പോൾ അലോന്ന് വിളിക്കും, എവിടെയെങ്കിലും ഞെക്കും, ചിലപ്പോൾ കേൾക്കും. അങ്ങനെ അതുകൊണ്ട് പള്ളിയിൽ പോയി ഉസ്താദ് ജുമാ വെള്ളിയാഴ്ച ചെന്ന ഉടനെ പറയുമല്ലോ, എല്ലാവരും സഫോൾ നേരെയാക്കുക, മൊബൈൽ ഓഫാക്കുക. ആദ്യം പറയുന്നത് അതാ, എല്ലാ പള്ളിയിലും ജുമായിക്ക് അതാ പറയാം. അങ്ങനെ മൊബൈൽ ഓഫാക്കാൻ പറയുമ്പോൾ ഉപ്പാപ്പാക്ക് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഉപ്പാപ്പ എവിടെയൊക്കെ പിടിച്ച് ഞെക്കിയ സംഭവം നിസ്കരിക്കുന്ന മുസല്ലയുടെ മുമ്പിൽ വെച്ചു. എല്ലാവരും നിശബ്ദമായി. ഉസ്താദ് അങ്ങോട്ട് സൂറത്ത് തുടങ്ങി. അയ്യോ അല്ലദീനാമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ എന്ന് പറഞ്ഞ് സൂറത്ത് ഓതി തുടങ്ങി. ഉമ്മാമ വീട്ടിൽ നിന്ന് വിചാരിച്ച് മൂപ്പിലാൻ ആദ്യം മൊബൈൽ കിട്ടിയതല്ലേ, പള്ളിയിലെത്തിയോന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചു നോക്കാം. പള്ളിയിലെത്തിയോന്ന് അറിയാൻ വേണ്ടി ഉമ്മാമ വീട്ടിൽ ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചു നോക്കിയപ്പോ ഇവിടെ ഉപ്പാപ്പാരെ മൊബൈലിൽ പെണ്ണേ പെണ്ണേ നീ എന്റേതല്ലേ. ഉടനെ മോദി മാമ, അല്ലോ ഇതിനകത്തും പെണ്ണ് കയറിയാടാ പറച്ചോ, പെണ്ണ് ഇതിനകത്തും കയറി. സുബ്ഹാനല്ലാഹ്. ഈ ഉപ്പാപ്പ ആണെങ്കിൽ പാട്ടിന്റെ വോളിയം കാണാൻ ചൈന സെറ്റാണ്, എവിടെ കേൾക്കാന്നറിയോ, മണ്ടേ കയറി നിൽക്കാണ് അതിന്റെ. എന്നിട്ട് ഓഫ് ആവല്ല, അടുത്തിരിക്കുന്ന ഒരാൾ ഓഫാക്കണ എന്നുള്ള വിളി മതി. ഉസ്താദിന്റെ സൂറത്തും തെറ്റി. ആകെ മൊത്തം ഗ്രാനൈറ്റ് സൗദല്ലേ പള്ളി. ഇതിങ്ങനെ മുഴങ്ങി കേൾക്കുമ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഉസ്താദിന്റെ തൊട്ട് പറയില്ല നിൽക്കുകയുള്ളൂ. സൂറത്ത് തെറ്റി. ഉടനെ ഒരാൾ ഏറ്റവും പറയുന്നത് തറക്കൂക്ക കായ്മ, ഈ പറഞ്ഞു കൊടുക്കണല്ലോ തെറ്റിപ്പോയാ. അപ്പൊ അടുത്തേക്ക് പറഞ്ഞാ അത് ഈ സൂറത്തിലല്ല, അത് രണ്ടാമത്തെ റക്അത്തില്ല. ആകെ കുളമായി. കുറച്ച് പേര് താമസിച്ചു വന്നവര് പറഞ്ഞു, എടാ ഇന്ന് പള്ളിയിൽ നിസ്കാരമില്ലെന്ന് ബാക്കവിലെ ഗാനമുള്ള അമ്മക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ജുമാ നമ്മുടെ പള്ളിക്കകത്ത് കിടക്കണ കാര്യമാ. പിന്നെ എല്ലാ പള്ളിയിലും വഴി ഇവിടെ കിടന്ന് ഉറങ്ങരുത്. നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങി വായിക്കകത്തൂടെ. പണ്ട് പള്ളിക്കകത്ത് കിടക്കുന്നവർക്ക് കണ്ണീരൂടെ കണ്ണീര് വരും. ഇന്ന് പള്ളിക്കകത്ത് കിടക്കുന്നത് വായിലൂടെയാണ് കണ്ണീര് വരിക. അതങ്ങനെ ഒഴുക്കി പള്ളിക്കകത്ത് അങ്ങനെ കിടക്കും. പിന്നെ എന്തൊക്കെ കോലമാണ്, ചാരിയിരിക്കുന്നു, ഹ്യൂരയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നു, ഏതൊക്കെ രീതിയിലും മോഡലിലുമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഭയം ഖൗഫ് നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, തിരിച്ചു കൊണ്ടുവരണം. ആ പേടി നമ്മുടെ മനസ്സിന്റെ അകത്ത് ചെയ്യുന്ന ചെറിയൊരു തെറ്റിന് പോലും ഖുർആൻ എഴുതിയ കടലാസ് നമ്മുടെ തഴവയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ ആ കടലാസിലൊന്ന് ചവിട്ടിയാൽ അല്ലാഹുവേ അതിന് പകരം പോലും നരകം തരുമോ എന്ന് പേടിക്കണം മുസ്ലിമേ. ഖിബ്ലയിലേക്ക് കാല് നീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പകരം പോലും അല്ലാഹു നരകം തരുമോ എന്ന് പേടിക്കണം. ബഹുമാനപ്പെട്ട തഴവപ്പള്ളിയുടെ പരിശുദ്ധമായ മുറ്റത്ത് ഈ രാജ്യം മുഴുവനും ഈ നാട് മുഴുവനും എന്റെ നാട് മുഴുവനും ഇൽമ കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് കിടന്നിറങ്ങുന്ന രാജകുമാരനെ ഓർമ്മയില്ലേ? ആ ബഹുമാനപ്പെട്ട ഗുരുനാഥന്റെ ഗുരുവര്യന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഖിബ്ലയ്ക്ക് നേരെ നീട്ടിടല്ലേ കാല്, ഖുർആന്റെ നേരെയും നല്ല ദല്ലീഹാല്. ഖിബ്ലയുടെ നേരെ കാല് നീട്ടല്ലോ, ഖുർആന്റെ നേരെ കാല് നീട്ടല്ലോ. എത്ര മര്യാദയുള്ള വാക്കുകൾ കൊണ്ട് അദബ് പഠിപ്പിച്ചിരുന്ന ലോകത്ത് ഒരുപാട് സരളമായ ശൈലിയോട് പരമ ഉസ്താദ് പറഞ്ഞു തന്നില്ലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ. അതുകൊണ്ട് ചെയ്തു പോകുന്ന ചെറിയ തെറ്റിന് പോലും അല്ലാഹുവിന്റെ അടുത്തുനിന്ന് നരകത്തിന്റെ അദാബിറങ്ങുമെന്നുള്ള ഭയം നിന്റെ മനസ്സിൽ വേണേ. അല്ലാഹു ആ ഭയം നമുക്ക് തരട്ടെ. ആ ഭയമുള്ളത് കൊണ്ടാണ് റാബിയത്തുൽ അറബിയ ഖുർആൻ കൊണ്ട് മാത്രം സംസാരിച്ചത്. ആ ഭയമുള്ളത് കൊണ്ടാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ഖബറിന്റെ അകത്ത് മണ്ണുവാരി കയ്യിൽ വെച്ചുകൊണ്ട് നിലവിളിച്ചത്. ആ ഭയമുള്ളത് കൊണ്ടാണ് എത്രയോ സഹാബത്ത് നിസ്കാരത്തിൽ ബോധരഹിതരായി വീണുപോയത്. ആ ഭയമുള്ളത് കൊണ്ടാണ് പള്ളിക്കകത്തിന്റെ പ്രിയപ്പെട്ടവരെ തേങ്ങലും സങ്കടവും നെഞ്ചുടിപ്പുമായിട്ട് പഴയകാലത്തുള്ള ആരിഫീങ്ങൾ സമയം ചെലവഴിച്ചു പോയത്. നമുക്ക് ആ ഭയം തിരിച്ചു കൊണ്ടുവരണ്ടേ സഹോദരിമാരെ? അള്ളാഹുവിന് വേണ്ടി തലമറക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ശരീരം മറക്കുന്ന, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി. ഇല്ലെങ്കിൽ ആ നരകമെന്ന് പറയുന്നത് പരലോകത്ത് മാത്രമല്ല, പിന്നെ നരകമാണോ സ്വർഗമാണോ എന്നറിയുന്നത് മഹ്ശറയിലല്ല, ഇവിടെ വെച്ചാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ. ഇവിടുന്ന് മരണപ്പെടുമ്പോ തന്നെയാണ്, ഇവിടുന്ന് നാം എന്ന് മരണപ്പെടുന്നുവോ അന്ന് തന്നെ നരകമാണെങ്കിൽ അല്ലാഹു നമുക്ക് നരകം കാണിച്ചു തരുന്നതാണ്, സ്വർഗമാണെങ്കിൽ അല്ലാഹു നമുക്ക് സ്വർഗം കാണിച്ചു തരുന്നതാണ്. സ്വർഗം കണ്ടു മരിക്കാൻ വബിശ്ശിറൂ ബിൽ ജന്ന
ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് റഹ്മത്തിന്റെ മാലാഖമാർ മരണത്തിന്റെ സമയത്ത് ഇറങ്ങി വരുന്ന മയ്യത്താക്കി അല്ലാഹു നമ്മെ മാറ്റട്ടെ. അങ്ങനെ മരിക്കാനുള്ള മഹാഭാഗ്യം നമ്മുടെ ഉസ്താദുമാരുടെ ബറക്കത്ത് കൊണ്ട് സൃഷ്ടാവാറ പടച്ചവൻ നമുക്ക് തരട്ടെ. ഒരാള് മരണപ്പെടാൻ സമയത്ത് അസ്രായിൽ മുമ്പ് വരുമ്പോ തന്നെ അവന് നരകമാണെങ്കിൽ നരകം കാണിച്ചു കൊടുക്കുമെന്നാണ്, സ്വർഗമാണെങ്കിൽ സ്വർഗം കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ കണ്ണുങ്ങളുടെ പുറത്തേക്ക് തള്ളി കണ്ണുനീരൊഴുകി നെഞ്ചുടിപ്പോടെ പൊട്ടിക്കരന്നുകൊണ്ട് എത്രയോ പേര് നിലവിളിച്ചുകൊണ്ട് കെലിമ പറയാൻ പറ്റാതെ മരണപ്പെടുന്നുണ്ട്. സ്വർഗം കണ്ടവരാണെങ്കിലോ അവർക്കടുത്തിരുന്ന് മക്കളൊരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട ഉടനെ അവര് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാത്തവർക്ക് പറയാൻ പറ്റൂല. അല്ലാഹു നമുക്ക് സ്വർഗം കണ്ടു മരിക്കാനുള്ള മഹാഭാഗ്യം തരട്ടെ. ആ സമയം മുതലാണ് നരകമാണെങ്കിൽ നരകവും സ്വർഗമാണെങ്കിൽ സ്വർഗവും നമുക്ക് തരുന്നതെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കും ഇപ്പോഴൊന്നും മരിക്കൂല, ഒരുപാട് നാൾ കഴിയും ഉസ്താദ്, ഒരുപാട് ദിവസം കഴിയും ഉസ്താദ്, എന്നിട്ടോ മരിക്കൂളൂ എന്ന് ചിന്തിച്ചവര് എന്റെ കൂടെ അതിനൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരനാണ്. കഴിഞ്ഞ 7 ദിവസത്തിന് മുമ്പ് തട്ടത്തുമല, കിളിമാനൂർ തട്ടത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഉമ്മാക്ക് ഗുളിക വാങ്ങാൻ വേണ്ടി 1 കിലോമീറ്റർ പോലും വീട്ടിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകാനില്ല. ഗുളിക വാങ്ങാൻ വേണ്ടി 2 വീലറിലൂടെ യാത്ര ചെയ്തു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ഉമ്മാക്ക് പിന്നെ ആ മോനെ കാണാൻ പറ്റിയത് എപ്പോഴെന്നറിയോ? തലവെട്ടിക്കീരി നെഞ്ചി വെട്ടിക്കീരി പോസ്റ്റ്മോർട്ടം ചെയ്ത് കുത്തിത്തച്ചുകൊണ്ട് ആ ഉമ്മാടെ മുറ്റത്ത്, വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ എന്റെ പൊന്നുമോനെ, ഇന്നലെ രാവിലെ ഉമ്മാക്ക് ഗുളികവാകാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാണല്ലോ. തിരിച്ചു വരുന്നതിന് മുമ്പ് അപകടം സംഭവിച്ച് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ എന്റെ പ്രിയപ്പെട്ടവരെ 2 ദിവസത്തെ ചികിത്സയ്ക്ക് 3.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ട് ആ പൊന്നുമോന്റെ ആയുസ് തിരിച്ചു കിട്ടിയില്ലാരെങ്കിൽ അത് 18 വയസ്സിന് മാത്രം പ്രായമുള്ള സിനാസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനാണെങ്കിൽ ചിന്തിച്ചു നോക്കണം. ചെറുപ്പക്കാരാ, കണ്ടുപിടിച്ചുകൊണ്ട് പെണ്ണുപിടിച്ചുകൊണ്ട് തോന്നിയതുപോലെ ജീവിച്ചതുകൊണ്ട് 90 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കും ഉറപ്പ് പറയുന്ന സഹോദര, ഉത്സവപ്പറമ്പിന്റെ അകത്തലത്തിൽ പാതിരാ സമയം പുറക്കമിടുന്നുകൊണ്ട് ഗാനമേളക്കാരന്റെ അവസാന പാട്ട് കേട്ടുകൊണ്ട് ഉടുമുണ്ടിൽ തലയിൽ കെട്ടുകെട്ട് അല്ലാതെ പറന്ന് നൃത്തം ചെയ്യുന്ന കള്ളിനും മദ്യത്തിനും പെണ്ണിനും അടിപ്പെട്ട് പോലെ യുവത്വമേ, അടുത്ത സെക്കൻഡിൽ മരണം വന്ന മോനെ, നരകത്തിലേക്കല്ലോ നിന്നെ വലിച്ചടച്ചു കൊണ്ടുപോകുന്നത്. നരകമുറപ്പായി മരിച്ചുപോയവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഭയാനകരമാണ് അതാവ്. എന്തെന്നെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ സഹോദരങ്ങൾ പഠിക്കണേ, അവര് നരകം കണ്ട് മരിക്കുമെന്ന് മാത്രമല്ല, അവരെ നരകത്തിന്റെ മാലാഖമാര് വന്ന് കുളിപ്പിക്കുമെന്നാണ്, അവരെ കഫം പൊതിയുമെന്നാണ്. എന്നിട്ടോ പള്ളിപ്പറമ്പിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോ നായകളോടുള്ള സമീപനം പോലെ ആ മയ്യത്തിനോട് പെരുമാറുമെന്നാണ്. ആർക്കും വേണ്ടാത്തതുപോലെ ചീഞ്ഞെടുന്ന ശവത്തിന് നാലുകൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന പോലെ ആരുടെ മണ്ണിന്റെ കത്തളത്തിലേക്ക് ആ മയ്യത്തിന് വലിച്ചെറിയപ്പെടുമെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര വഖത്ത് നിസ്കാരം കളാക്കിപ്പോയി മോനെ. ക്യാൻസർ എന്ന രോഗം വന്നാൽ പിന്നീട് അല്ലാഹുവിനെ വിളിക്കാൻ നീ സമയം കണ്ടെത്തുന്നില്ലേ? ട്യൂമർ വന്നാൽ, കിഡ്നി തകരാറ് വന്നാൽ അറിയാതെ ഇന്നലെ വരെ ഇല്ലാത്ത പടച്ചുറമ്പുരാന് 1 സെക്കൻഡ് കൊണ്ട് 1000 പ്രാവശ്യം വിളിച്ചു പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അനീബൂ ഇലാ റബ്ബിക്കും ദാസിലിമൂലഹു, മടങ്ങി വന്നോ, അള്ളാന്റെ മുമ്പിലേക്ക് മടങ്ങി വന്നോ, അള്ളാന്റെ ദീനിലേക്ക് മടങ്ങി വന്നോ. ആ നരകമെന്ന് പറയുന്ന ലോകത്തെ ഭയന്ന് വിറച്ചുകൊണ്ട് പൊട്ടിക്കരന്നോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിക്കകത്ത് പോയി സുജൂദിൽ കിടന്ന് നിറകണ്ണോട് അള്ളാഹുവിനോട് തൗബ ചെയ്തു. അള്ളാഹു സ്വർഗം കണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം ഈ സാധുക്കളായ നമുക്ക് തരട്ടെ.
അതുകൊണ്ട് കുറഞ്ഞുപോയ ഖൗഫിനെ തിരിച്ചു കൊണ്ടുവരണം, കുറഞ്ഞുപോയ ഭയത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. നരകം എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ ചില ആൾക്കാർ നിസ്സാരമായിട്ട് പറയൂലേ, നിസ്കരിക്കാൻ വരണില്ലേക്ക, ഓ നിസ്കരിക്കണം, നിങ്ങളെല്ലാരും അങ്ങ് സ്വർഗത്തിൽ പോയി, അള്ള നരകം പടച്ചിട്ട് ആരും ഇല്ലെങ്കിൽ അള്ള തന്നെ നാണക്കേടല്ല, അതുകൊണ്ട് നരകത്തിൽ പോവാനും കുറച്ച് പേര് വേണ്ടേ. തമാശയ്ക്ക പറയാൻ ആലോചിച്ചോക്കി, നരകം തമാശയ്ക്ക് ഉപയോഗിക്കാനുള്ളതല്ല. റമദാൻ മാസത്തിൽ പള്ളിയുടെ നടയിലിരുന്ന് ബീഡി വലിക്കുന്ന ഒരു പാപ്പ ഉസ്താദ് പറഞ്ഞു, ഉറപ്പാണ് ളുഹർ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ബീഡി വലിക്കണമെങ്കിൽ നിങ്ങൾക്ക് നരകമാണെന്നുള്ളതിൽ വേറെ സംശയമൊന്നുമില്ല, റമദാൻ മാസമാണ്. ഈ കാഫിര്യങ്ങൾ പോലും ആദരിക്കുന്ന ഈ മാസത്തിൽ നിങ്ങൾ ബീഡി വലിച്ചില്ലേ പള്ളിയുടെ നടയിൽ, നിങ്ങൾക്ക് നരകം ഉറപ്പാണ്. പാപ്പ പറഞ്ഞു, ഒരു കണക്കിന് നരകം ഉസ്താദ് നല്ലത്. ഉസ്താദ് ചോദിച്ചത് എന്താ, ഇവിടെ എനിക്ക് ഒരു ദിവസം ബീഡി വലിക്കണമെങ്കിൽ 50 തീപ്പെട്ടി വേണം, നരകത്തിലാകുമ്പോൾ തീപ്പെട്ടി വേണ്ട, കാണിച്ചു കൊടുത്താൽ അത് കത്തിക്കോളൂ. വേറെ സഹോദരൻ ചോദിക്കുക, ഉസ്താദെ നരകത്തിൽ ബാത്റൂമാണോ ഉസ്താദെ? അപ്പൊ കൂടെ ഒന്നും പറയാം, പോടാ അവിടെ ബാത്റൂം, ചൂടുവെള്ളം കുടിച്ച് തൊണ്ട ഉരുവി കിടക്കുമ്പോഴാണ് ബാത്റൂം. ഇത് നരകത്തിന്റെ ചർച്ചകളാണ്. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ യുക്തിവാദികൾ സമ്മാനിച്ച ആശയങ്ങളും ആദർശങ്ങളും അവരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വന്നുപോയത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിച്ചേ പറ്റൂ, ഒരുപാട് ഗൗരവത്തോടെ മനസ്സിലാക്കിയേ പറ്റൂ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നരകത്തിന്റെ നിറം എന്താ? നരകത്തിന്റെ നിറം എന്താ? 1000 കൊല്ലമാ നരകം ചുമന്ന നിറമായിരുന്നു. പിന്നെ രണ്ടാമത് 1000 കൊല്ലം കൂടി ആ നരകത്തെ കത്തിക്കപ്പെട്ടപ്പോൾ ആ നരകത്തിന് വെളുത്ത നിറമായി. പിന്നെ മൂന്നാമത് 1000 കൊല്ലം കൂടി ആ നരകത്തെ കത്തിക്കപ്പെട്ടപ്പോൾ ആ നരകം കറുത്ത് കരിവാളിച്ചു പോയെന്ന നരകത്തിന് ഇന്നും കറുത്ത നിറമാണ്. തീ ഒരുപാട് കത്തുമ്പോൾ അതിന്റെ നിറം ചുമപ്പല്ല, വെളുപ്പല്ല, കറുപ്പാണ്. ഒരുപാട് തീ കത്തുമ്പോ പിന്നെ കറുത്ത നിറം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതാണ് നരകത്തിന്റെ നിറം. അല്ലാഹു എന്നെയും നിങ്ങളെയും ആ നരകത്തിന്റെ അദാബുകളിൽ നിന്ന് കാരുണ്യവാനായ പടച്ചതമ്പുരാൻ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്തേക്ക് വരാം, അവിടെയാണല്ലോ നരകത്തെ കൊണ്ടുവരുന്നത്. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ മുഴുവനും ഇതാ അണികളാക്കി ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പരലോകത്ത് നിരത്തുവർത്തിയിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഒന്ന് ചലിക്കാൻ പോലും കഴിയൂല. പരലോക വിശ്വാസം മറന്നുപോയ സമുദായമേ, പരലോകത്തിന്റെ ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചുപോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തിരിച്ചാ ചിന്തയിലേക്ക് മടങ്ങി വന്നേ പറ്റൂ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ സമുദായം ഉൾക്കൊള്ളുന്ന ആ പരലോകത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് മുമ്പിലേക്ക് മാലിക്കുന്ന മലക്കിനോട് പറയുന്നു, മാലിക്കേ, ജിബ്രീൽ അലൈഹിസ്സലാം പോയി പറയുകയാണ്, മാലിക്കേ, നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലക്കിട്ട് വലിച്ചടിച്ചു കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. മാലിക്കേ, പരലോകത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ, പരലോകത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലക്കിട്ട് വലിച്ചടിച്ചു കൊണ്ടുവരാൻ മാലിക്കിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുമ്പോ മാലിക്കുന്ന മലക്ക് ചോദിക്കുമെന്നാണ്, ജിബ്രീൽ, ഞാൻ എങ്ങനെ കൊണ്ടുവരും ജിബ്രീൽ? അവിടെ ലോകത്തിന്റെ നായകനായ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ പെട്ടവരില്ലേ? അവര് പേടിക്കൂലേ? അവര് കരയൂലേ? അവരെ മനസ്സ് പതറൂലേ? അവരെ കൈകാല് വിറയ്ക്കൂലേ? അവര് നരകം കണ്ട് അത്ഭുതപ്പെട്ടു പോകൂലേ എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അറിയില്ല, അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മാലിക്കുന്ന മലക്കിന്റെ ചോദ്യം കണ്ടോ? പൊന്നാര നബിതങ്ങള് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് പുറന്തള്ളിക്കളയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അള്ളാന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങള് ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അധപ്പതനത്തിന്റെ രീതിയിലേക്ക് എഴുതി തള്ളിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാലിക്കുന്ന മലക്ക് പോലും ചോദിക്കുകയാണ്, പരലോകത്ത് കൊണ്ടുവരുമ്പോ അള്ളാന്റെ ഹബീബിന്റെ സമുരാരം കാണൂലേ? റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ. അള്ളാന്റെ ഹബീബായ നബി തങ്ങളുടെ ആ പരിശുദ്ധമായ സമുദായത്തെ ഓർത്തുകൊണ്ട് മാലിക്കുന്ന മലക്ക് പോലും പറയുന്നു, നരകത്തെ കൊണ്ടുവരാൻ എനിക്ക് കഴിയൂല. അള്ളാഹു പറഞ്ഞു, മാലിക്കേ, എല്ലാ പ്രവാചകന്മാരുടെയും സമുദായമുണ്ട്, അതുകൊണ്ട് കൊണ്ടുവന്നോ മാലിക്കേ. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ ഒരു ഭാഗത്ത് വലിച്ചഴച്ചു കൊണ്ടുവരുമ്പോ ഇത് ഖുർആനാണ് പറയുന്നത്, ഖുർആനാണ് പറയുന്നത്. ബാക്കതി കൊണ്ടുവന്ന കെട്ടുകഥയല്ല, MD വാസുദേവൻ നായരുടെ നോവലല്ല, ഏറ്റുമാനൂർ ശിവകുമാറിന്റെ പ്രേതത്തിന്റെ കഥയല്ല. ഭയം തോന്നണം, ഖുർആൻ ഓടുമ്പോ ഭയം തോന്നണം. ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോ ഭയം നിറയ്ക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, വഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. പരലോകത്തു മാലിക്കുന്ന മലക്ക് കൊണ്ടുവരുന്ന നരകത്തിന്റെ ഒരു ഭാഗം കാണുമ്പോ വഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്, ഒരുപാട് ദൂരെ നിന്നുകൊണ്ട് തന്നെ മാലിക്കുന്ന മലക്ക് കൊണ്ടുവരുന്ന നരകത്തിന്റെ ഒരു ഭാഗം കാണുമ്പോ സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. ആ നരകത്തിന്റെ വിളിയാളോ, ആ നരകത്തിന്റെ ഞരങ്ങലും, ആ നരകത്തിന്റെ അട്ടഹാസവും കേട്ടുകൊണ്ട് അവർ ചോദിക്കുകയാണ്, ഹൽ മറബ്ത മിൻ സബീൽ. പടച്ചവനെ, ഇവിടെ നിൽക്കാൻ വയ്യ റബ്ബേ, ഇവിടന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ? ഇവിടന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ? ഇവിടെ നിൽക്കാൻ വയ്യ. ആ പരലോകത്ത് നരകത്തിന്റെ ഭാഗം കാണുമ്പോ എത്രയോ സഹോദരങ്ങൾ പറഞ്ഞു പോകുമെന്നാണ്. ഒരു വർഷം കൂടി തഴവയിലൊന്ന് ജീവിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ഒരു മാസം മതി പടച്ചോനെ, ഒരു ദിവസം മതി തമ്പുരാനെ, ഞാൻ അവിടെ പോയി നല്ലതുപോലെ ജീവിച്ച് ഈ പരലോകം ഭയന്നവനായി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് തിരിച്ചു വരാം എന്ന് അല്ലാഹുവിനോട് അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അല്ലാഹു പറയും, മലക്കുകളെ വേണ്ട, അവരെ വീണ്ടും ദുനിയാവിലേക്ക് മടക്കിയാൽ അവർ ഈ പറഞ്ഞതിന്റെ ഇരണക്കേടായി എതിർഭാഗം തന്നെ ചെയ്യും മലക്കുകള്. അതുകൊണ്ട് മനുഷ്യരാണ്, അവര് വന്ന വഴി മറന്നു പോകുന്നവരാണ്, അവര് തെറ്റിലേക്ക് ബന്ധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെ മടക്കി വിട്ടാലും വീണ്ടും നന്ദികേട് കാണിക്കും. അതുകൊണ്ട് വിടണ്ട, അവരെ പിടിച്ച് ചങ്ങലക്കിട്ട് വലിച്ചെറിയൂ എന്ന അല്ലാഹുവിന്റെ ആജ്ഞ വരും. അല്ലാഹു കാക്കട്ടെ. നരകത്തിന് 7 കവാടങ്ങൾ. ഈ 7 കവാടത്തിലൂടെയാണ് നരകത്തിലേക്ക് മനുഷ്യർ കടക്കുക. ഓരോ കവാടത്തിലും കടന്നു പോകുന്നവരാരാണെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അവരാരാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യണം. അറിയണേ, നരകമിന്റെ ഇറകളെയും തുറക്കുമേ, കടക്കുമേ അതിലെരിയുമേ നിങ്ങൾ ഔവലദിൽ ജഹന്നമേ, വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. നരകത്തിന് 7 കവാടങ്ങളാണ്. ലഹാ, ആ നരകത്തിന് സബ്അതു അബ്വാബ്, 7
വാതിലുകളാണ്. ലിക്കുല്ലി ബാബിൻ മിൻഹും, ഓരോ വാതിലിലൂടെ, ഓരോ കവാടത്തിലൂടെ അല്ലാഹു നിശ്ചയിച്ച, അല്ലാഹു തീരുമാനിച്ച ഓരോ വിഭാഗങ്ങളുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ഒന്നാമത്തെ കവാടമേതാ? എന്റെ ഈ തഴവ കുറ്റിപ്പുറത്ത് നുസ്രത്തുൽ സാധു സംരക്ഷണ സമിതിയുടെ 2ാമത് വാർഷികത്തിന്റെ പരിപാടിയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഈ പറയാൻ പോകുന്ന ഒരു സ്വഭാവ ദൂഷ്യവും നിനക്ക് വരാൻ പാടില്ല. ഒന്നാ, നീ മരിക്കുന്നത് നരകം കണ്ട, നിന്റെ ഖബർ നരകത്തിന്റെ ഭാഗമാണ്, നിന്നെ കുളിപ്പിക്കുന്നത് നരകത്തിന്റെ വെള്ളത്തിലാണ്, നീ ധരിക്കുന്നത് നരകത്തിന്റെ വസ്ത്രമാണ്, നിന്നെ കൊണ്ടുപോയി അടക്കിയത് മുതൽ പിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ ഭയാനകരമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാ നമുക്ക് സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ആദം മക്കൾ കത്തിക്കുന്ന ദുനിയാവിന്റെ തീയുണ്ടല്ലോ, നരകത്തിന്റെ തീയുടെ ചൂടിൽ നിന്ന് 70ൽപ്പെട്ട ഒരു അംശം മാത്രമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, ദുനിയാവിന്റെ ചൂടത്ര ഭയാനകരമാണ്, ദുനിയാവിന്റെ തീയത്ര ഭയാനകരമാണ്. പെട്രോളിന്റെ വാഹനം അങ്ങോട്ട് കത്തിപ്പോയാൽ പ്രിയപ്പെട്ടവര്, ആ തീ അങ്ങോട്ട് ആളിപ്പടരുമ്പോ 10,000-കണക്കാര മനുഷ്യമക്കള് സെക്കൻഡുകൾ കൊണ്ട് വെന്തുരുകി പോകുന്നത് ദുനിയാവിന്റെ ചൂടിന്റെ തീയുടെ ശക്തിയല്ലേ. ഗ്യാസ് കുറ്റിയുടെ മുമ്പിൽ നിന്ന് പ്രിയപ്പെട്ടവര്, അത് പൊട്ടിത്തെറിച്ചു പോയി മക്കളോടൊപ്പം കുടുംബം കത്തിയമർന്നു പോയ കഥ പത്രത്തിലൂടെ വായിക്കുന്നവര്, ഒരു ഗ്യാസ് കുറ്റി അങ്ങോട്ട് പൊട്ടിപ്പടർന്ന് തീയാളി പിടിച്ചിട്ട് ഒരു കുടുംബം മുഴുവനും കത്തിക്കരിഞ്ഞു പോരെങ്കിൽ അത് ദുനിയാവിന്റെ തീയല്ലേ, അത് ദുനിയാവിന്റെ തീയല്ലേ. അപ്പോ പിന്നെ നരകത്തിന്റെ തീയോ? ആ തീ ഖബറിൽ വന്നാലോ? ആ തീ പരലോകത്ത് നമ്മെ ഭയപ്പെടുത്തിയിട്ട് വിചാരണയുടെ വേളകളിൽ നമ്മുടെ കൂടെ നിന്നാലോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ഒരു വിഭാഗത്തിലും നിങ്ങൾ പെടാൻ പാടില്ല. ഒന്നാമത്തെ വാതിലിന്റെ പേരെന്തെന്നറിയോ? ഇസ്മുഹു ജഹന്നം. ഒന്നാമത്തെ കവാടത്തിന്റെ പേര് ജഹന്നം എന്നാണ്. ആരാണ് ജഹന്നമിലൂടെ കടക്കുന്നത്? ജഹന്നമിലൂടെ കടക്കുന്നത് ആരാണ്? വഇദാ ഖീല ലഹു തഖില്ലാ അഖദതുൽ ഇസ്സതു ബിൽ ഇസ്മി ഫഅസ്ബുഹു ജഹന്നം വലബിസൽ മിഹാദ്. ജഹന്നമിലൂടെ കടക്കുന്നവരാരാണ്? അല്ലാഹുവിന് തഖ്വ ചെയ്യാൻ പറഞ്ഞാൽ, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞാൽ, നിസ്കരിക്കാൻ പറഞ്ഞാൽ, തലമറക്കാൻ പറഞ്ഞാൽ, നോമ്പ് പിടിക്കാൻ പറഞ്ഞാൽ, ഇതൊക്കെ വേറെ ചില ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ, കാശും പവറുമുള്ള ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്ന അഹങ്കാരികൾ, അവർക്കാണ് നരകത്തിന്റെ ഒന്നാമത്തെ കവാടം. ഇന്ന് തലമറച്ചാൽ അഹങ്കാരത്തിന്റെ മോഡലിലാണ് ചില സഹോദരിമാര് മറയ്ക്കുക. 3 രീതിയിലാണ് തലമറ. ശ്രദ്ധിച്ചോളണേ, 3 രീതിയിലാണ്. DPP വാള കണ്ടോ? ഒന്നാമത്തെ രീതി, പഴയകാലമല്ല, ഒരു 3-4 വർഷം കൊണ്ടുണ്ടാവുന്ന ഒരു മാറ്റം. ഒന്നാമത്തെ രീതി ഏതാ? എന്റെ സഹോദരങ്ങളേതാ? ഇത്ര തലമറ, ഇത്ര മറച്ചിട്ട് ബാക്കി ഇത്ര രജനീകാന്ത മോഡൽ ഇങ്ങനെ ഫ്രണ്ടിലിട്ടിരിക്കും. എന്നിട്ട് മുടി ഇങ്ങനെ നെറ്റിയിലൂടെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് സൂറാത്ത അങ്ങനെ ഭൂന്ന് ഊതി മുകളിലോട്ട് ഇങ്ങനെ വിട്ടിട്ട് ഒരു പ്രത്യേക മോഡലിലായിരുന്നു കുറെ നാൾ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ മോഡൽ കുറച്ചു നാളതാ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട്, എന്നെ നല്ല ഈമാനുള്ള മോള്, ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കും. ഇത് രണ്ടും കൂടെ പിടിച്ച് ഉദിയേക്ക് മോദിമാമ ബോത്തിന്റെ കാലി കെട്ടണ പോലെ ഇവിടെ ഒറ്റ കെട്ട ഇങ്ങനെ കെട്ടി വയ്ക്കും. ഇത് 2ാമത്തെ മോഡൽ. ഇപ്പൊ ലേറ്റസ്റ്റ് മോഡൽ ഏതാന്ന് പറയാം, 2011 ഏറ്റവും പുതിയ മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കും. വെച്ചിട്ട് ഈ ഷാളിന്റെ 2 അറ്റം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു കെട്ടുണ്ട്. ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ നോക്കി ചുമ്മാ മക്കളും താത്തായും പറഞ്ഞ മാറ്റുണ്ടെന്ന് കൊടുത്താൽ പോരാ, ഇറങ്ങി പോണ പോലെ നോക്കണം. ഇങ്ങനെ കെട്ടും. ഇങ്ങനെ ഇടുമ്പോ നല്ലതുപോലെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, റെഡിയാണ്. അവസാനം പോവാൻ നേരത്തെ ഇങ്ങനെ പിടിച്ച് തോളിയിട്ടുണ്ടെങ്കിൽ പോകും. അപ്പോ സാരിയുടെ മുകളിൽ ഞുറു പോലെ ഇങ്ങനെ കിടക്കും, ചുരിദാറിന്റെ മുകളിൽ ഞുറു പോലെ ഇങ്ങനെ കിടക്കും. ഇതാണ് പുതിയ മോഡൽ. ഇവിടെ ഒരു കെട്ടും കാണും. ഇതാണ് ഇപ്പൊ